അഖിൽ മാരാർ വീണ്ടും ഒരു മണ്ടത്തരവുമായി എയറിലായിട്ടുണ്ട്. പ്രഗ്നൻസി ഈ ഒരു സബ്ജക്റ്റ് വളരെ സെൻസിറ്റീവായ ഒരു ടോപ്പിക്കാണ്. അത് അനുഭവിച്ചവർ മാത്രമേ കമൻറ്റ് ചെയ്യാവുള്ളൂ. ഞാൻ അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. മാരാർ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് പണ്ടൊക്കെ സ്ത്രീകൾ വളരെ ലാഘവത്തോടാണ് ഇത് പറയുന്നത്. പ്രസവിച്ചു നേരെ പോയി ജോലി ചെയ്യുന്നു. ഇപ്പോഴത്തെ സ്ത്രീകൾ അതൊക്കെ വലിയ വിഷയമാക്കുന്നു എന്ന്. മെയിൽ ഷോവനിസ്റ്റ് ആണ് എന്ന് പുള്ളി എപ്പോഴും പ്രൂവ് ചെയ്തിട്ടുണ്ട്. സെൽഫ് പ്രോക്ലെയിംഡ് ബുദ്ധിമാനായിരിക്കും, പക്ഷേ ഒരു മണ്ടൻ്റെ ലക്ഷണമാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് ഇല്ലാത്ത ഒരാളും എന്ത് എവിടെ എപ്പം പറയണം എന്ന് മനസ്സിലാവാൻ കഴിവില്ലാത്ത ഒരാളും. പിന്നെ പുള്ളിക്ക് പറ്റിയൊരു കുലസ്ത്രീ വൈഫിനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി എന്ത് പറഞ്ഞാലും അയ്യോ എൻ്റെ ചേട്ടനാണ് ഏറ്റവും ശരി, എന്ത് ചെയ്താലും എൻ്റെ ചേട്ടൻ റൈറ്റ് ആണ് കേട്ടോ എന്ന് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു മണ്ടി സ്ത്രീയും കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയാം, ദ പ്രഗ്നൻസി എനിക്കെന്ത് കോസ് ചെയ്തു വിഷമം എന്ന്. പ്രസവം എൻ്റെ ഒരു 36 മണിക്കൂർ ലോങ് ലേബർ ആയിരുന്നു. അതിൽ നിന്നും പിന്നെ വന്ന ആ കോൺസിക്വൻസ് ഞാൻ പറയാം. എനിക്ക് തലകർക്കം, വെർട്ടിഗോ ഇഷ്യൂസ് ഡെവലപ്പായി. അതിൽ നിന്നും എന്നെ മാനസികമായിട്ട് തളർത്തി. എൻ്റെ ആപ്പറ്റൈറ്റ് പോയി. ഞാൻ വിശപ്പ് എന്താണെന്ന് മനസ്സിലാവാതെ കഴിക്കാതെ എൻ്റെ വെയിറ്റ് ലോസായി. എന്ന് ഞാനൊന്ന് ശരിയാകും എന്ന ആ ഹോപ്പ്ലെസ്നെസ്സോടെ പോയ കാലങ്ങൾ ഓർത്ത് കരഞ്ഞ് ഒരു 7-8 മാസത്തോളം ഞാൻ അനുഭവിച്ച പെയിൻ എനിക്കും എൻ്റെ പാർട്ട്ണറിനെ അറിയത്തുള്ളൂ. ഞാനിപ്പം ചിന്തിക്കുന്നു ബാക്ക് നമ്മുടെ മാതാവൊക്കെ പ്രസവിച്ച ആ കാലഘട്ടം, അവരെ സത്യം പറഞ്ഞാൽ കുമ്പിടണം. ബിക്കോസ് അവർ പെയിൻ അനുഭവിച്ച് പ്രസവിച്ചു. അന്നൊക്കെ ഇന്നത്തെ ഈ എപ്പിഡ്യൂറൽ ഇഞ്ചക്ഷൻ ഈ പെയിൻ കംപ്ലീറ്റ്ലി മാറ്റുന്ന ആ ഒരു ഓപ്ഷൻ ഇല്ല, ഫെസിലിറ്റി ഇല്ല ഹോസ്പിറ്റൽസിൽ, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ഇല്ല, ഒരു കമ്മ്യൂണിറ്റി ഇല്ല ടു സപ്പോർട്ട്. അവർക്ക് നിവർത്തിയില്ലായിരുന്നു. ദേ ഹാഡ് നോ ചോയ്സ്. ദേ ഹാഡ് ടു ഡെലിവർ ദ ബേബി. ദേ ഡിഡ്ന്റ് നോ വാട്ട് ദേ വർ ഗോയിങ് ത്രൂ. അവരും മാനസികമായിട്ട് ഡിപ്രഷൻ പോയി കാണും. പക്ഷെ അവർക്ക് പോലും അറിയത്തില്ല എന്തുവാ വാട്ട് ദേ ആർ ഗോയിങ് ത്രൂ. അത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഷെയർ ചെയ്യാൻ ഒരു പാർട്ട്ണർ ഇല്ലാണ്ടായിപ്പോയി, ഇൻലോസ് ഇല്ലാതായിപ്പോയി. ആൻഡ് അവർക്ക് ഓപ്ഷൻ ഇല്ലാത്ത കാരണം അവർ നേരെ പോയി ജോലി ചെയ്തു. ബിക്കോസ് ആ ജോലി പിന്നെ വേറെ ആര് ചെയ്യും? ഇപ്പോഴത്തെ കാലഘട്ടത്തെ സ്ത്രീകൾ, അതായത് ഞങ്ങളൊക്കെ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ് ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് പാർട്ട്നേഴ്സ് ഉണ്ട്. ആൻഡ് ഐ എം താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ദാറ്റ്. ആൻഡ് ഐ സല്യൂട്ട് മൈ മദർ ആൻഡ് ദി അതർ mothers who went through all this. Didn't even share what they felt. And just because they didn't share doesn't mean that that pain or that struggle did not exist. അതാണ് ആണുങ്ങൾ മനസ്സിലാക്കേണ്ടത്. So learn to be considerate, caring, and don't speak nonsense like this, because you do not have the right if you did not experience it.